ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കാത്തിരുന്ന ദിവസം എത്തി അല്ലാണ്ടാ. അങ്ങനെ ഞങ്ങളുടെ ഉത്സവമാണ് ഇന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞാൽ ഞങ്ങളുടെ ഉത്സവം വ്ളോഗ് ഇടുന്നത്. അപ്പം ഞങ്ങൾ ഇന്ന് രാവിലെ തൊട്ടേ സ്റ്റാർട്ട് ചെയ്യാണ് ഉത്സവം. വൈകിട്ടേ ഞങ്ങളെല്ലാവരും പോവുള്ളൂ. രാവിലെ തൊഴാനൊക്കെ പോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഉറങ്ങിപ്പോയി നന്നായിട്ട്. അപ്പം ഇന്ന് ഞങ്ങളുടെ ഉത്സവമാണ്, ഞങ്ങൾ കാത്തിരുന്ന ദിവസം. കടയിലോട്ട് പോവാണ്, കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, കുറച്ച് സാധനം വാങ്ങിക്കണം. ഞങ്ങൾ കടയിൽ പോയി കാണിച്ചു തരാം. ഓക്കെ, ബൈ. ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കാൻ വന്നു കേട്ടോ. ചിക്കനാണ്. എല്ലാരും എന്താ നോക്കുന്നേ? ഞങ്ങൾ വീട്ടിൽ ആന വന്നു. ഒന്ന് കണ്ടോ? അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ ഉത്സവത്തിൻ്റെ ഒരു ഭയങ്കര പ്രതീകമൊക്കെ തോന്നി. കാരണം ആന നമ്മളവിടെ അപ്പുറത്താണ് കേട്ടോ കൊണ്ട് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആനയുടെ സാധനങ്ങളൊക്കെ വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഉത്സവത്തിൻ്റെ ഒരു സന്തോഷം. പിന്നെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, പിന്നെ നിഖിലും ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര കഴിഞ്ഞ വർഷവും ഞങ്ങൾക്ക് ആഘോഷിക്കാനൊന്നും പറ്റിയില്ല, ദൂരെ ആയതുകൊണ്ട്. ഇപ്രാവശ്യം അതുകൊണ്ട് അതിനും അടിപൊളിയാക്കണമെന്നുണ്ട്. ഗൈസ്, ഞങ്ങളുടെ വീട്ടിൻ്റെ ഇവിടെ വെച്ചാണ് കേട്ടോ ആനയെ ഒരുക്കുന്നത്. നമ്മുടെ റബ്ബർ ഗാർഡിൽ ആന നിൽപ്പുണ്ട്. ഒരുക്കാനായിട്ട് ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആനയൊന്ന് കാണാൻ പോവാണ്. ഞാൻ ആനയുടെ ഒരുക്കാനുള്ളതൊക്കെ ഇത് ഇരിപ്പുണ്ട് കേട്ടോ. കാണിച്ചൂടാ, വലുതാണ്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേ കൊണ്ടുവരുള്ളൂ ആനെ. അപ്പൊ ഇവിടെ നിർത്തിയാ വരുന്നത്. അപ്പൊ ഇതുപോലെ അവിടെ കാട്ടി ഒരു എങ്ങോട്ടാ രാവിലെ ആനയെ കാണാൻ പോവാ. തീവണ്ടി ഓഫീസിൽ പോവാ. ശരിക്കും ഞാനും ഇപ്പോൾ അണ്ണനെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആന ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പ്രാന്തായിട്ട് വരിക കേട്ടോ. അതുകൊണ്ട് ആന അവിടെ നിൽക്കുന്ന കണ്ടിട്ട് വീട്ടിൽ ഇരുന്നിട്ടൊരു സമാധാനം ഇല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്ന് നോക്കുമായിരുന്നു, ആന അവിടെ നിൽപ്പുണ്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ അടുത്ത് ആനയെ കൊണ്ട് കെട്ടുക, അതിനെ കുളിപ്പിക്കുക, അതിനെ ഒരുക്കുന്നതൊക്കെ കാണുന്നത് കേട്ടോ. നമുക്ക് അങ്ങോട്ട് വരുമ്പോൾ ഫോട്ടോ എടുക്കാം വൈകിട്ട് കേട്ടോ. കുളിച്ചിട്ടൊക്കെ വന്നു, ഇനി ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഒരുങ്ങി അമ്പലത്തിലോട്ട് വൈകിട്ട് പോയിപ്പം ഉച്ചയായതല്ലേ ഉള്ളൂ. ഇനി അമ്പലത്തിലോട്ട് വൈകിട്ട് പോവും. ആനയൊക്കെ ഇവിടെയാണ് കൊണ്ട് ഒരുക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കൊന്ന് റെഡിയായി നിൽക്കാമെന്ന് വിചാരിച്ച് ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി. അപ്പം കുളിച്ചിട്ടൊക്കെ വന്ന് ഇന്ന് ഇപ്പോഴേ റെഡി ആവത്തില്ല. വൈകുന്നേരമൊക്കെ 5 മണിയൊക്കെ ആകുമ്പോഴേ അതിനെ ഒരുക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും റെഡിയായാൽ മതി. ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഓക്കെ, സദ്യ കഴിക്കുന്നു. ഉത്സവ സദ്യ. ഇച്ചിരി ചോറ് വേണമെന്ന് പറഞ്ഞു. പക്ഷെ എന്തിനാണ് ഇങ്ങനൊക്കെ പറയുന്നത്? ഞങ്ങളെ വീട്ടിലൊരു കുഞ്ഞു പാവമുണ്ട്, കുനുമാവ. ഞങ്ങൾ മേക്ക് ഓവർ തുടങ്ങി, വൈകിട്ട് ഉത്സവത്തിന് വരാനുള്ള. അടുത്തതായി അമ്മയുടെ മുടി സ്ട്രൈറ്റ് ചെയ്യാൻ പോവാണ്. ഞങ്ങള് പ്രൊഫഷണൽ ഹെയർ കട്ടിങ് ആളാണ് വന്നിരിക്കുന്നത്. എനിക്ക് എന്റെ പഴയ മുടി മതി. ഇപ്പൊ കണ്ടോളാം എന്റെ മുടി. അമ്മ ഇച്ചിരി കൂടെ ഫ്രണ്ടോട്ടിരുന്നേ. മുകേഷിന്റെ അമ്മ ചോട്ടാവുമ്പോ ഒരാളെ മുടി സ്ട്രൈറ്റ് എന്തിയാ കാണിച്ചേ. അവനത് വേണ്ട, വർഷങ്ങളുടെ ഒരു ആഗ്രഹമാണ് മുടി, ചുരുണ്ട മുടി ഒന്ന് നേരെ ആക്കണോ. അവിടെ ഞങ്ങൾ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. വലിയ ആഗ്രഹമാണ് മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നത്, പക്ഷെ ഫേഷ്യൽ ചെയ്യുന്നത് ഉള്ളതൊരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കും ഞങ്ങൾ.
ഒരു സൈഡ് ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട്. കുറച്ച് നേരത്തെ പരീക്ഷണമാണ്. ഇനി അടുത്ത സൈഡ് ഞങ്ങൾ റെഡി ആക്കാൻ പോകണം. ട്രാൻസ്ഫോർമേഷൻ അമ്മയുടെ മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് എവിടെ പോകും? അറിയില്ല, ഞാൻ നോക്കട്ടെ. എല്ലാവരും സ്ട്രൈറ്റ് ചെയ്ത് എവിടെ പോകുന്നുണ്ട്. വലിയ കണ്ണാടി ഉണ്ടെങ്കിലേ അതുപോലെ ഫ്രണ്ട് ചിന്തിച്ചാൽ മതി. ഇപ്പൊ മുഴുവൻ ബാക്കി വെച്ചിട്ടുണ്ടാവും. കണ്ണാടി തന്നെ എടുക്കണ്ടേ? അങ്ങനെ ഞാൻ റെഡിയായി കേട്ടോ. ഞാനും അണ്ണനും റെഡിയായി. നമ്മൾ അപ്പുറത്തോട്ട് പോവാണ് കേട്ടോ, ആനയെ കാണാൻ വേണ്ടി. ആനയെ ഒരുക്കാനായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഫോട്ടോയൊക്കെ എടുക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് എല്ലാവരും കൂടെ. ആനയെ കാണാൻ അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ആനക്കുട്ടനെ റെഡിയാക്കി ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനും അണ്ണനും കടയിലൊക്കെ പോയി തണ്ണിമത്തനും പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആനയ്ക്ക് കൊടുക്കാൻ വേണ്ടി. നമ്മുടെ ഇത്ര അടുത്ത് വന്നിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് കരുതി ഞങ്ങൾ, അണ്ണന് ഭയങ്കര ഇഷ്ടമാണ് ആനയെ. പണ്ട് തൊട്ടേ കല്യാണത്തിനൊക്കെ ഒരുപാട് വർഷം മുന്നേ അണ്ണൻ ആനയുടെ കൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അണ്ണന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പഴവും തണ്ണിമത്തനും ഒക്കെ വാങ്ങിച്ചു. എനിക്കാണെങ്കിൽ പിന്നെ എൻ്റെ മുഖം കണ്ടാലേ അറിയാലോ, ഒട്ടും പേടിയില്ല. ഇത് ഇത്രയും പേടിച്ച് വിറച്ച് നിന്നിട്ടൊരു നിമിഷമില്ല കേട്ടോ. എനിക്ക് പേടിയായിട്ട് അങ്ങനെ നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ പഴമൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ തുമ്പിക്കൈന്ന് ഇങ്ങനെ കാറ്റ് വരും. അത് നല്ല ഫോഴ്സിലാണ് വരുന്നത്. ഞാൻ പേടിച്ച് പോയി സത്യം പറഞ്ഞാൽ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആനയുടെ അടുത്ത് നിൽക്കുന്നതും ആനയ്ക്കിങ്ങനെ ഫുഡ് കൊടുക്കുന്നതൊക്കെ സത്യമായിട്ടും ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര ഒരു പേടി. നമ്മളിനി എത്ര ഇതാണെന്ന് പറഞ്ഞാലും ആനയെന്ന് പറഞ്ഞാൽ നമുക്കൊരു പേടിയുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പഴമൊക്കെ അണ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞു നീ പഴം കൊടുക്കണമെന്ന് പറഞ്ഞ്, അങ്ങനെ എനിക്കും ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ കൊടുത്ത് പിന്നെ കുറേ നേരം ആനയും കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ആനയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ നിഖിലൂട്ടൻ വന്നു കേട്ടോ. അവനിവിടെ പോയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവനിവിടെ പോയിട്ട് അവനും വന്നു. അവന് ഫോട്ടോ ഒന്നും എടുക്കണമെന്ന് പറഞ്ഞു. ഇനി ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ അവനും എൻ്റെയും കൂടെ കോപ്രായങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി കുറച്ച് സന്ധ്യയായിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാം വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോഴത്തേക്കും ഇവർ ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് പോയാൽ മതി. പിന്നെ അതേ അവരുടെ ടീമൊക്കെ വന്നു. നല്ല അടിപൊളി ചേട്ടന്മാരാണ് കേട്ടോ. എല്ലാവരും ഞങ്ങളടുത്ത് ഭയങ്കര സംസാരിച്ച് അവരിങ്ങനെ ആനയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അവർ കുറേ പാട്ടൊക്കെ വായിച്ചു കേട്ടോ. ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വെച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. 2-3 പാട്ട് വായിച്ചിട്ടാണ് ഇവിടുന്ന് പിന്നെ ഇവിടെ നിന്നാണ് ഒരുങ്ങി എല്ലാവരും കൂടെ പോകുന്നത് കേട്ടോ. അങ്ങനെ ഒരു ഇരുട്ടിയപ്പോൾ ഞങ്ങളിതേ അമ്പലത്തിലേക്ക് വന്നു കേട്ടോ. ഉത്സവം കാണാൻ വേണ്ടി അമ്പലത്തിലേക്ക് വന്നു. ഇപ്പം കഴിഞ്ഞ തവണത്തെ പോലൊന്നും അല്ല. ഇപ്പം എല്ലാം നേരത്തെ കയറി, നേരത്തെ ഫ്ലോട്ടുകളായാലും കെട്ടുകാഴ്ചകളെല്ലാം നേരത്തെ കയറും. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം റോഡിൽ നിന്നിട്ട് കുറച്ച് കണ്ടിട്ട് അമ്പലത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ച് കുറച്ച് കഴിഞ്ഞ്. പക്ഷേ റോഡിൽ നിന്നപ്പോഴത്തേക്കും ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ ഒരു 6-7 മണി ആ ഒരു ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ തന്നെ ഫ്ലോട്ടുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ അമ്പലത്തിലെല്ലാം കയറും. അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ അമ്പലത്തിലോട്ട് തന്നെ വന്നു കേട്ടോ. പിന്നെ ഞാനും അമ്മയും നിഖിലും അണ്ണനും ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും വന്നു. വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും പിന്നെ അമ്മൂമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവർ റോഡിൽ നിന്ന് കണ്ടേ. അമ്മയ്ക്ക് കൊടി ഇറങ്ങുന്നത് കാണുന്നതുകൊണ്ട് അമ്മ ലേറ്റായിട്ട് ഇച്ചിരി രാത്രിയിലേ വരുമോ. രാത്രി കൊടി ഇറങ്ങുന്ന 10:30-ഒക്കെയാണ്, ആ ടൈമിലാണ്. അപ്പോഴത്തേക്കും അമ്മ വരുള്ളൂ. പിന്നെ അതേ നമ്മൾ അമ്പലത്തിൽ വന്നപ്പോഴത്തേക്കും ഭയങ്കര കഴിഞ്ഞ വർഷമൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇവിടെ ഒന്നും നിൽക്കാൻ സ്ഥലമില്ലായിരുന്നു. വണ്ടി വളയ്ക്കാനുള്ളൊരു സ്ഥലം മാത്രമേ കൊടുക്കുള്ളായിരുന്നു. പക്ഷേ ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾ കുറവാണ്. നമ്മുടെ ഇവിടെ വേറൊരു അടുത്തൊരു അമ്പലത്തിൽ ഉത്സവമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ ഇവിടെ വന്ന് ദേവിയെ ഈ കൊട്ടുകാഴ്ചയെല്ലാം ദേവിയെ കാണിക്കുകയാണ്. അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. ഇവിടെ വാതിക്കെ വന്ന് എല്ലാം കാണിച്ചിട്ട് അങ്ങോട്ട് പോകും. അപ്പം ഞങ്ങൾ പിന്നെ കുറേ നേരം അതൊക്കെ നോക്കി നിന്നിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫ്ലോട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് കാണിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോകണം. പിന്നെ നമ്മളതൊക്കെ കണ്ട് പിന്നെ മെയിൻ ഒരു സംഭവമാണല്ലോ ഈ ഫുഡ് കഴിക്കുക. അപ്പം ഈ കഴിഞ്ഞ വർഷത്തെ പോലെ ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. ഇപ്പോൾ അധികം കടകളൊന്നും ഇല്ലായിരുന്നു. സാധാരണ നമ്മൾ ഉത്സവപ്പറമ്പിൽ ചെല്ലുമ്പോൾ ഒരു കട മെയിനാണ്, കുലുക്കി സർബത്ത് കട.
ആ കടയില്ലായിരുന്നു. അതാണ് ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യം. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് ബജ്ജിയൊക്കെ കഴിച്ചു കേട്ടോ. ബജ്ജി, കോളിഫ്ലവർ ബജ്ജി അതെല്ലാം കഴിച്ചു. അങ്ങനെ അതൊക്കെ ഒരു രസമുണ്ടായിരുന്നു കഴിക്കാനായിട്ട്, എല്ലാവരും കൂടി നിന്ന് കഴിക്കാൻ. പിന്നെ നമ്മുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന ആനയാണ് കേട്ടോ ഇത്. അക്കരമ്മൻ മോഹനൻ എന്ന് പറയുന്ന ആന കേട്ടോ. നമ്മളവിടെ നിന്ന് ഒരുക്കിക്കൊണ്ട് വന്നില്ല, നമ്മൾ കണ്ടില്ല, ആ ആനയാണ്. അപ്പോൾ അത് വന്നപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം. ഞാൻ അവിടെ നിന്ന് ഒരുക്കിയത് മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വന്നത് പിന്നെ കുറേ കറങ്ങിയിട്ടല്ലേ ഇത് വരുന്നത്. നമ്മൾ അടുത്താണ്, തൊട്ടടുത്താണ് അമ്പലത്തിൻ്റെ. പക്ഷേ ഇത് കറങ്ങി ചുറ്റി കറങ്ങിക്കല്ലേ ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ വന്നപ്പോഴാണ് കേട്ടോ അത് കാണുന്നത്. പിന്നെ അത് കണ്ടു. പിന്നെ വേറൊരു ആന ഉണ്ടായിരുന്നു കേട്ടോ, അതിനെയും കണ്ടു. അതിനെ ആനയൊക്കെ ഒരുക്കിയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മയും നിഖിലും അങ്ങ് വീട്ടിൽ പോയി കേട്ടോ. ലേറ്റ് ആവുന്നതുകൊണ്ട് അവരങ്ങ് വീട്ടിൽ പോയി. പിന്നെ ഞാനും അണ്ണനും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം നിന്ന് ബാക്കി കാര്യങ്ങളെല്ലാം കണ്ട്. പിന്നെ ഇത് അമ്പലത്തിൽ വന്നിട്ട് തൊഴുന്നതാണ് കേട്ടോ ആന. അപ്പോൾ അതും ഞാനങ്ങനെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അതും കാണാൻ പറ്റി കേട്ടോ. പിന്നെ കെട്ടുകാഴ്ച എല്ലാം അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ കൊണ്ട് നിരത്തി ഇട്ടേക്കാണ് കേട്ടോ. എല്ലാം കൊണ്ട് ഇട്ടേക്കാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എല്ലാം കൊണ്ട് നിരത്തി ഇട്ടേക്കുന്ന ആനയും ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത് ഈ ഒരു കുഞ്ഞൻ ആനയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ ആദ്യം കണ്ടില്ലായിരുന്നു. പിന്നെ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞു, ഇടി ഒരു കുഞ്ഞാനയുണ്ട് ദേ, ഇത് ശരിക്കും രണ്ടുപേരും അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ കളിക്കുന്ന കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത്. മിനി ഡ്രീം കേക്ക്, മിനി ഡ്രീം കേക്ക്. ഞാൻ ഈ നീളമുള്ളത് മാത്രമായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും പോയി. ഉത്സവമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി, കുറച്ച് പേരെ നിൽക്കും. ഞങ്ങൾ ചുമ്മാ ഇങ്ങോട്ട് കാണാനായിട്ട് ഇറങ്ങിയതാണ്. വളരെ ഗംഭീരമായിട്ടാണ് നടന്നത്. അതിനകത്ത് എല്ലാവരും സമയകൃത്യത പാലിച്ച്. ഗൈസ്, ഞങ്ങൾ ഉത്സവം കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ ഒരാൾ നിൽക്കുന്നു, വഴി തടഞ്ഞിരിക്കുന്നു. ഞങ്ങൾ എങ്ങനെ പോകുന്ന ആലോചിക്കുകയാണ്. കാണിച്ചു തരാം ആരാത്. കണ്ടോ ആരാത്? ആനക്കുട്ടൻ ഇവിടെ വന്ന് നിൽക്കുക. ഉത്സവമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നിൽക്കുക. എന്ത് പോകുന്നില്ലേ? ഞങ്ങൾ ഇറങ്ങിയേട്ടോ. കൊച്ചവിടെ നിൽക്കുകയാണ്. ഉത്സവം കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് നിൽക്കാന. ഞങ്ങൾ വീട്ടിലെത്തി. ഉത്സവമൊക്കെ കഴിഞ്ഞ് വന്ന് അയ്യോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഉത്സവമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഇതെന്താ, അപ്പം ഈ വർഷത്തെ അങ്ങനെ ഉത്സവമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതിനായിട്ടായിരുന്നു നമ്മൾ കാത്തിരുന്നത്. അങ്ങനെ ഉത്സവമൊക്കെ കഴിഞ്ഞു. പിന്നെ ആകെ വിഷമം എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രോഗ്രാമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ വന്ന് അമ്പലത്തിൽ കയറി പോയി. സാധാരണ നമ്മൾ ഈ 10ാമത്തെ അല്ലെങ്കിൽ 8ാമത്തെ ഉത്സവത്തിൻ്റെ അന്ന് ഗാനമേളയോ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം ഒന്നുമില്ലായിരുന്നു. ഇന്നലെ ഇല്ലായിരുന്നു, ഇന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതേ ഉള്ളൊരു സങ്കടം. ഞങ്ങളൊരു 10-10:30 ആയപ്പോൾ വന്നു കേട്ടോ. അപ്പോഴത്തേക്കും എല്ലാം അമ്പലത്തിൽ ഇപ്പം അങ്ങനെയാണല്ലോ, എല്ലാം നേരത്തെ കയറണം. പിന്നെ രാത്രി കഴിഞ്ഞ പരിപാടി ഒന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇപ്രാവശ്യം പരിപാടി ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉത്സവമൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങളുടെ ഉത്സവമൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാതെ വരയ്ക്കും. ടാറ്റാ.